എന്തായാലും പാർട്ടികളുടെ സമരം അതിശക്തമാകുമ്പോൾ ഇതിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നടക്കാം നിരവധി മലയാളി വിദ്യാർത്ഥികൾ കൂടി എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ എത്തിയിട്ടുള്ള രണ്ടുപേരാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്ററൊക്കെയാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ്? കോഴിക്കോട്. കോഴിക്കോട്. എന്താ ഈ ഒരു സമരത്തിലേക്ക് വരാൻ എങ്ങനെ ഒരു പ്രചോദനം? ഞാനൊരു MBBS വിദ്യാർത്ഥിയാണ്. സോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ ഇത് ഇനി ഭാവിയിൽ വരാതിരിക്കാൻ അനിവാര്യമാണ്. സോ അതിനായിട്ടുള്ള പ്രതിഷേധിക്കാനാണ് നമ്മൾ വന്നത്. ഇങ്ങോട്ട് എത്ര ദിവസം എത്തിയിട്ട്? ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് എത്തിയതാണ്. ഞാൻ ട്രെയിനിൽ 3 ദിവസം ഇരുന്നു. ചെന്നൈയിൽ നിന്ന് വരുമോ, ചെന്നൈയിൽ പഠിക്കും. ഈ സമരം കഴിയുന്നവരെ ഇവിടെ തന്നെ നിൽക്കാനാണോ? മാക്സിമം സപ്പോർട്ടാണ്. എന്നാലും നമ്മൾ എത്ര ദിവസം നിൽക്കുന്നുള്ള നമ്മളെ കഴിയുന്ന വിധം ഇവിടെ വന്ന് നമുക്ക് പറ്റുന്ന രീതിയിൽ സോൾഡായിട്ട് പ്രഖ്യാപിക്കുന്നത് അതിനായിട്ട് വന്നതാണ്. കൂടുതൽ ആളുകൾ എന്തായാലും കേരളത്തിൽ നിന്ന് എത്തുന്നുണ്ട്. കേരളത്തെ പേരെന്താ, എവിടെ എന്താ പഠിക്കുന്നത്? പേര് ഗോവർദ്ധൻ, സ്ഥലം ആലപ്പുഴയാണ്. ഇപ്പോൾ SSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്താണ്. ഇങ്ങോട്ട് വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ SSC എഴുതി ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ വർക്ക് ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു ഭയവും, പിന്നെ ഈ നമുക്ക് വേണ്ടിയിട്ടാണല്ലോ ഇവർ അടികൊണ്ട് ഇത്രയും കഷ്ടപ്പെടുന്നത് കണ്ടപ്പോഴത്തേക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് പോകുന്നു, പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഇങ്ങ് പോകുന്നു. ഇങ്ങോട്ടൊക്കെ എത്തിയപ്പോൾ ഇവിടെ വന്ന് ഈ സമരമൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നി? ഇതിനൊരു ഭാഗമായപ്പോൾ ഇങ്ങനൊരു ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെയാണെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ഇങ്ങനെ ഇത്ര വലിയൊരു മാസ് പ്രൊട്ടസ്റ്റിന് ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കൂടുതൽ അവിടുന്ന് വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വരണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്തരത്തിലാണ് നിരവധി ആളുകളാണ് ഈ സമരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളൊക്കെ തന്നെ ഈ സമരത്തിന് ഒഴുകിയെത്തുന്നു. അതുതന്നെയാണ് ഈ സമരത്തെ ഇത്രത്തോളം ശക്തമായി പിടിച്ചു നിർത്തുന്നത്.